നെഹമ്യാവിന്റെ പുസ്തകം, സ്തോത്രം, 6-ാം അധ്യായം 9-ാം വാക്യം. ദൂതിലോട്ട് കയറുക. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവിന്റെ വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. രണ്ടാമത്തെ കാര്യമാണ്, സ്തോത്രം, ഭയപ്പെടുത്തുവാൻ നോക്കി. ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾ വായിച്ചായിരുന്നോ? ഹൃദയത്തിലെ വ്യസനം കൊണ്ട് ധൈര്യം. വ്യസനം എന്ന് പറഞ്ഞാൽ എന്തുവാ പറ? ദുഃഖം. ചിലർക്ക് എല്ലാ ദിവസവും രാവിലെ അങ്ങ് ദുഃഖമാ. ഈ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോഴേ ഈ സങ്കടകഥയുമായിട്ടാണ്. ബ്രദറെ, മോടെ കല്യാണമായില്ല, ബ്രദറെ CC അടച്ചില്ല, ബ്രദറെ തോളവേന മാറിയിട്ടില്ല. എന്നാൽ ഇതുവരെ കർത്താവ് ചെയ്ത ഒറ്റ കാര്യം ഒരു സാക്ഷി പോലും പറഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ സങ്കടമായിട്ടിരിക്കുക. ഒരു 90 കാര്യം ചെയ്തിട്ടുണ്ട്, 10 കാര്യം ലേറ്റാക്കി വെച്ചേക്കുക. ആ 10നായി പരാതി. ചിലർ ദുഃഖിക്കാനായിട്ട്, ചിലരൊക്കെ നമ്മളോട് പറഞ്ഞു, പാസ്റ്ററെ എന്നെ അനുഭവിക്കാനായിട്ട് അങ്ങ് കണ്ടേക്കുക. അതെവിടാ? സാത്താൻ്റെ പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം. അനുഭവിക്കാനായിട്ട് എന്നെ കൊച്ചിൻ്റെ കല്യാണം നല്ലത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അനുഭവിക്കുവാന്ന്. അനുഭവിക്കുന്ന കാണുന്ന വല്ല സോമാലിയയിലൊക്കെ പോകണം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. ചെല്ലു പറയും, എനിക്ക് കരച്ചിലേ ഒന്നും ഉള്ളൂ. അത് ആരുടെ കുഴപ്പമാ? നിനക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് കോടികൾ വിലയുള്ള ഒരു വണ്ടിയെ കയറി. എന്നിട്ട് അവരുടെ കൂടെ കോട്ടയം തൊട്ട് എറണാകുളം വരെ പോവാ. ഞാൻ ഫ്രണ്ട് സീറ്റിലൊക്കെ ഒരു ജാടയോടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടും. നമുക്കില്ലെങ്കിലും വേറൊരാടെ വണ്ടി ഉണ്ടല്ലോ, അതിൽ ഗമയില്ലേ, ആരും മിണ്ടുന്നില്ല. നിങ്ങളൊക്കെ നല്ല വണ്ടി വാങ്ങിക്കട്ടെ, വല്ലപ്പോഴും നമുക്ക് തിരുവനന്തപുരത്ത് ഓടിച്ചോണ്ട് പോകാലോ. എന്താ മിണ്ടാത്തെ? അപ്പൊ ജാടയോട്ടിരിക്കുമ്പോ പുള്ളി ഭാര്യയും പുറകിരിക്കുക. പുള്ളിക്കാരത്തി പറഞ്ഞു, പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ഈ വണ്ടിയെ ചിരിച്ചോണ്ട് പോയിട്ടില്ല. പക്ഷേ മുട്ടുവേദനയോ മുട്ടു മാറ്റി വെക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. തലവേദന കൊണ്ട് ഇന്നലെ ഉറങ്ങിയില്ല. ഞാൻ പറഞ്ഞു, 1 കോടിയുടെ വണ്ടി ഇല്ലേലും കുഴപ്പമില്ല. ഞാൻ വൈക്കത്തി എന്നപ്പോൾ ഇറങ്ങിപ്പോയി. എന്നോട് പിണങ്ങരുത്. ചിലർ വലിയ വീട് വെച്ചാ വീടിനകത്ത് കയറി എന്ന് പറയും, ലോൺ എങ്ങനെ അടയ്ക്കും? നീ വിറ്റൊരു വാടക വീട്ടിൽ പോ, നിനക്കതേ പറഞ്ഞിട്ടുള്ളൂ. എന്നാ ഇത് എന്നെ കൊണ്ട് വീട്ടാൻ വക ഉണ്ടാകുമെന്ന് പറയാനുള്ള ധൈര്യം നിനക്കുണ്ടാകുന്നില്ല. നിന്റെ ധൈര്യം ക്ഷയിപ്പിച്ച് കളഞ്ഞു. പിശാചിനറിയാം, ധൈര്യം ക്ഷയിപ്പിച്ചാൽ നീ പാടിയേച്ച് പോരുന്ന് കരഞ്ഞോളൂ.